മിക്സ് ചെയ്യണത്. ചെറുതായിട്ട് ഇടണം, പുകഞ്ഞു പോകാൻ പാടില്ല. അല്ല, സിമ്മിലിട്ടിട്ട് വേണം ചെയ്യാൻ. ചെറിയ തീയിലിട്ടിട്ട് വേണം ചെയ്യാൻ. തീ കൂട്ടിയിട്ടാൽ പുകഞ്ഞു പോകും. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് അധികം വലിയ തീയിലിടരുത്, കുറഞ്ഞ തീയിലിട്ട് വേണം ചെയ്യാൻ. അത് ടേസ്റ്റ് പോകും. പുകഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാണ് സംഭവം. നമ്മൾ കുറച്ച് മല്ലിയില, പുതിന നന്നായിട്ടൊന്ന് ഇളക്കി. ഇനി ഓക്കെ, ആയി. കുത്തിടിയപ്പം റെഡി ആയിട്ടുണ്ട്. കുത്തിടിയപ്പം റെഡി ആയിട്ടുണ്ട്. അടുത്ത് പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ കുത്തിടിയപ്പമായിട്ടുണ്ട്. ഇവിടെ ഇല വെച്ചിട്ടാണോ കൊടുക്കണം പാത്രത്തിന്റെ മീതെ? അതെ അതെ. ആ, എല്ലാ ഡിഷും ചോറായാലും എന്തായാലും ഇല വെക്കും. പാത്രത്തിന്റെ പൊക്കത്തെ ഇല വെച്ചിട്ടേ കൊടുക്കത്തുള്ളൂ. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ഒരാൾക്ക് കഴിക്കാൻ ധാരാളം അല്ലേ? കുത്തിടിയപ്പം അതെ, ചിക്കൻ കുത്തിടിയപ്പം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോ അടുത്ത് നമ്മള് ചിക്കൻ ചുക്കയാണ് ഉണ്ടാക്കുന്നത്. ചിക്കൻ ചുക്ക എന്താ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് അങ്ങോട്ട് വെച്ചേക്കാല്ലേ? പിന്നെ ടേസ്റ്റ് ചെയ്യണം. പിന്നെ ഒരുമിച്ച് ടേസ്റ്റ് ചെയ്യാം. അല്ലേ? ഇപ്പൊ ഇത് അങ്ങോട്ട് വെക്കാം. അപ്പൊ ഇനി അടുത്ത് ചിക്കൻ ചുക്ക അല്ലേ? അപ്പൊ നമ്മള് കുത്തിടിയപ്പം ഉണ്ടാക്കി അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്ത നമ്മള് ചിക്കൻ ചുക്ക. ഇത്രയും വലിയ ഉരുളി കണ്ടൊന്നും പേടിക്കണ്ട. എനിക്ക് ഇത്ര ഒന്നും ഉണ്ടാക്കി തരല്ലേ, ആകെ ഇത്ര ഉണ്ടാക്കി തരുള്ളൂ. ഇതും ഉണ്ടാക്കി തരില്ല, കാരണം വേറെ ഉരുളി ഒന്നും ഒഴിവില്ല. എല്ലാം മറ്റേ ഓട്ടത്തിലാണ് സംഭവം. വെച്ചേക്കുവാണ്, വർക്കിങ്ങിലാണ്. ചെറുത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പുറത്ത്. ഇങ്ങനെ നല്ല ബിസി ആയിട്ടിരിക്കുകയാണ്. അപ്പൊ അത് കാരണം നമ്മൾ വലിയ ഉരുളി ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അത് സ്റ്റാർട്ട് ചെയ്യാം. ഇത് ഒരു കോഴിയുടെ ചിക്കനാണ്. ഒരു കോഴിയുടെ ഇറച്ചിയാണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിൽ വളരെ കുറവാണ്. പിന്നെ കുക്കിങ്ങിന് മുമ്പാണ് ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ് മൊത്തം ചേർക്കുന്നത്. പിന്നെ ചേർക്കത്തില്ല, ജസ്റ്റ് ഒന്നുമില്ല. അതിന് മുമ്പാണ് കംപ്ലീറ്റ്. തീ ഇടുന്നതിന് മുമ്പാണ് എല്ലാം മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇടുന്നത്. എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. സമയങ്ങളുണ്ട്. ആദ്യം ഉപ്പിടുക. കാശ്മീരി ചില്ലി എങ്കിലേ അതിന് നിറം കിട്ടുള്ളൂ. എരിവ് കുറവായിരിക്കും, നിറം കൂടും. കാശ്മീരി ചില്ലി ഇട്ടിട്ടുണ്ട്. പിന്നെ മെയിൻ ഐറ്റം എന്ന് പറഞ്ഞാൽ പെപ്പർ പൗഡർ. പെപ്പറാണ് സ്വല്പം എരി കൂടിയ ഡിഷാണ്. സ്പൈസിയാണ്. പെപ്പറാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. മുളക് പൊടിയേക്കാളും നന്നായിട്ട് കൂടുതൽ നമ്മൾ പെപ്പർ യൂസ് ചെയ്യുന്നുണ്ട്. കസ്തൂരി മേത്തി നല്ലപോലെ നന്നായിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് ഇടുക. കുറച്ച് മഞ്ഞപ്പൊടി, ഗരം മസാല ഇട്ടു. എല്ലാം കൂടി നന്നായിട്ട് തിരുമ്മി. ഇനി ഇതിന്റെ മെയിൻ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വറുത്ത ഉള്ളി ഇടുവല്ലേ? അത് എണ്ണയ്ക്കകത്ത് സവോള. എണ്ണയ്ക്കകത്ത് വഴറ്റിയ ഉള്ളിയല്ല, വറുത്ത് കോരിയ ഉള്ളി. ശരിക്കും ഡീപ് ഫ്രൈ. നമ്മുടെ ബിരിയാണിക്കൊക്കെ അതുപോലത്തെ നമ്മുടെ സവോള വറുത്ത് കോരിയത് അത് ഇതിനകത്ത് വരുന്നുണ്ട്. ശരിക്കും നല്ലൊരു കട്ട ഗ്രേവി ആവുമല്ലേ? ഇടുക. പിന്നെ കുറച്ച് വിനാഗിരി. ഇതിനെ നല്ലതുപോലെ മിക്സ് ചെയ്യാം. നമ്മുടെ അയച്ചേട്ടനുണ്ട്, കണ്ടില്ലല്ലോ. അജിച്ചേട്ടൻ പുറത്ത് മാർക്കറ്റിൽ പർച്ചേസിങ്ങിന് പോയിരിക്കുകയാണ്. ചേട്ടനും അനിയനും കൂടി ഇവിടെ കസർത്താണ്. നന്നായിട്ട് ഞെരടി മൊത്തം മസാലയും ആ ഉള്ളിയും എല്ലായിടത്തും ഒന്ന് എത്തിച്ച് വയ്ക്കുന്നത്. നമ്മളെല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടുപ്പിൽ കത്തിച്ചതിന് ശേഷം പിന്നെ ഒന്നും ഇടത്തില്ല. എല്ലാം ഇട്ട് നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം അടുപ്പിൽ വെക്കുക, അങ്ങ് അടച്ച് വെക്കുക, ചൂടാക്കുക. എണ്ണയൊക്കെ അങ്ങ് ഉരുകി വെള്ളവും വന്ന് അതിൽ കിടന്നങ്ങ് ചൂടാവും. നമ്മുടെ ചിക്കൻ ചുക്ക ഇത്രയും ചെയ്തതിന് ശേഷം ഇത് ഡയറക്റ്റ് നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഏതാണ്ട് 1 മണിക്കൂറോളം മാറിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഫ്രിഡ്ജിന്റെ ഫ്രീസറിൽ വെച്ചാൽ അത്രയും നല്ലത്. അല്ലെങ്കിൽ കുറച്ച് മാറ്റി വെക്കുക. അതിന് ശേഷമേ കുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ശരിക്കും എങ്കിൽ മാത്രമേ ചിക്കനിലോട്ട് അതിന്റെ ഫ്ലേവർ വരത്തുള്ളൂ. അപ്പൊ എന്തായാലും 1 മണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്താൽ മാത്രമേ ഇത് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് മാരിനേറ്റ് ചെയ്ത് നന്നായിട്ട് മസാലയൊക്കെ പെരട്ടി അങ്ങ് മാറ്റി വെക്കണം. ഇംഗ്ലീഷ് പറഞ്ഞോ മൊത്തം വലിയവരുണ്ട്. അപ്പൊ ഇത് ശരിക്കും മാരിനേറ്റ് ചെയ്തിട്ട് അങ്ങ് മാറ്റി വെക്കുക. 1 മണിക്കൂറത്തോളം അങ്ങ് വെച്ചേക്കാം. എന്തായാലും അവിടെ ഇരിക്കട്ടെ, രണ്ടിനും കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ 1 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞു. പിന്നെ അത് നമ്മൾ നല്ല ചൂടായ ആ ഉരുളിയിലോട്ട് ഇടാൻ പോവാണ്. ചൂടായതിനു ശേഷം നമ്മൾ ചിക്കൻ ഈ വാർപ്പിലോട്ട് ഇടുവാണ്. വാർപ്പിലോട്ട് എണ്ണ ശകലം പോലും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഒന്നും ഒഴിക്കേണ്ട, ഒട്ടും ഒഴിക്കേണ്ട ആവശ്യമില്ല.
വറുത്ത ഉള്ളിയല്ലേ, അപ്പൊ അതില് ഓയിലുണ്ട്, കൊഴുപ്പില് എണ്ണയുണ്ട്. ഇതെല്ലാം കൂടി അങ്ങ് ഉരുളിക്കകത്ത് ഇട്ട് വെച്ചേക്കാണ്. വേറെ ഒന്നും ഇനി അതിനുശേഷം ഒട്ടും അടിയില്ല. നമ്മുടെ ചെറിയ തീ കൂടാൻ പാടത്തില്ല. തീ കൂടി കഴിഞ്ഞാൽ അടി പിടിക്കും. ഈ ഡിഷിന്റെ നമ്മള് വേറെ ഇളക്കോ ഒന്നും ഇടയ്ക്ക് ചേർക്കുന്ന ഒന്നുമില്ല. തീ കൂടരുത്, ചെറു തീയില് ഇത് വേവിച്ച് നല്ല എന്താ പറയാ കുഴമ്പ് വരുവായി കിട്ടുമോ? നല്ല എന്താ പറയാ ശരിക്കും നന്നായിട്ട് കുഴമ്പ് വരുവല്ലേ? ആ ഉള്ളിലും ശരിക്കും നല്ല വഴണ്ട് അങ്ങ് ഇരിക്കും. അപ്പൊ എന്തായാലും ഇനിയൊരു എത്ര നേരം പഠിക്കണം? ഇതൊരു ബോയിലർ കോഴിയല്ലേ, ഒരു 10-15 മിനിറ്റ്. 15 മിനിറ്റ്. അപ്പൊ ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. എന്തായാലും വെയിറ്റ് ചെയ്യാം. ആവോ.